രഹസ്യങ്ങൾ ആരോടും അരുളരുതോ. കുട്ടി മാരീഡാണോ? അല്ല സർ. ശരിക്കും? അതെ സർ. വീട്ടിലാരൊക്കെയുണ്ട്? അമ്മ മാത്രം. ഓ അത് കൊള്ളാം. ബ്രദറുണ്ട്. അയ്യോ, ഗൾഫിലാ. ആ കണ്ട ഇത്ര പ്രായം പറയില്ല കേട്ടോ. ഓ വെരി വെരി യങ്, എന്നെ പോലെ. അയ്യോ ശരിക്കും ഒട്ടും പ്രായം പറയത്തില്ല. സർ എന്റെ പ്രൊഫൈൽ. ആ അതോക്കെ. സർ ഇവിടെ ക്ലർക്കിന്റെ വേക്കൻസി ഉണ്ടെന്ന് കേട്ടു. പിന്നെ ഉണ്ട്. BCom അല്ലേ? അതെ സർ. ഞാനിവിടെ ഇല്ലേ, ഞാൻ ശരിയാക്കാം. പിന്നെ കുട്ടിയെ പോലെ ഞാനും മാരിഡല്ല കേട്ടോ. എക്സ്ക്യൂസ് മീ സർ. സർ ഫയൽ. നിന്നെ ഇപ്പൊ ആരെങ്കിലും ക്ഷണിച്ചേ? ഞങ്ങളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കാൻ നിനക്കറിയില്ലേ? അവന്റെ ഫയലും കൊണ്ട് ഒരു ആത്മാർത്ഥ. ഇറങ്ങി പോടാ. അയാളുടെ ഒരു ഒലിപ്പിക്കല്. പേടിച്ചു പോയോ? ചുമ്മാ. ഞാൻ ആക്ച്വലി ഒരു ശാന്ത പ്രവൃത്തിക്കാരനാണ്. കൂൾ ഗൈ. പിന്നെ ഈ വർക്കിനിടയ്ക്ക് ചുമ്മാ ഇങ്ങനെ ഒരു പൊട്ടിത്തെളികളൊക്കെ ഉണ്ടാവും. That's our busy. സർ എന്റെ ജോലിയുടെ കാര്യം. ജോലി? ഏത് ജോലി? ക്ലർക്കിന്റെ. ഓ ഓക്കെ. ക്ലർക്ക് നാളെ ജോയിൻ ചെയ്യാം. സുമിത്രേ. ആ ഊരി തെണ്ടി കഴിഞ്ഞോടി മുതുക്കി. Hey old lady. Don't call me Muduki. Call me Miss Sumi. I'm now employed as a clerk in Kottayam Rural Bank, PVT Limited. പ്രായത്തിന്റെ മോളെ പേടിക്കണ്ട, ഡോക്ടറെ കാണിച്ചാൽ മതി. മുതുക്കി സുമിത്രേ, യുവതിയായ സുമിയെ ബാങ്കിൽ ക്ലർക്കിന്റെ ജോലിക്കായി നിയമിച്ചിരിക്കുന്നു. അപ്പൊ മൂത്ത മോനെയും മരുമോളെയും വിളിച്ച് പറഞ്ഞോളൂ. ഇനി സുമിയുടെ കാര്യം സുമി സ്വന്തമായി നോക്കിക്കൊള്ളാമെന്ന്. സർ മേ ഐ? സുമി വരൂ. ജോയിൻ ചെയ്യാൻ റെഡിയല്ലേ? യെസ് സർ. പീതാംബര, ഇത് സുമി നമ്മുടെ പുതിയ ക്ലർക്കാണ്. നമ്മുടെ സ്റ്റാഫിനെ എല്ലാം പോയി ഒന്ന് പരിചയപ്പെടുത്തു. മേഡം നടന്നു ഞാനങ്ങ് വരാം. സാറേ ഇതാണ് പറഞ്ഞ ആള്. സാറെന്ത് പൊട്ടാ സാറേ? സാറ് വേണ്ട ഓരോരുത്തരെ പോയി പരിചയപ്പെടുത്തി കൊടുക്കാൻ. എന്നാലും ഒരു ഏത് പീതാംബര എങ്ങനെയുണ്ട്? ലുക്കല്ലേ? കിടു. എന്ത് കിടു? സുമി കം. ഇത് ശോഭന, ഇത് സുമി നമ്മുടെ പുതിയ ക്ലർക്കാണ്. ശോഭന സാറൊന്നും നല്ല സുന്ദരനായിട്ടില്ലേ? അതാണ് സാറേ. മതി, യവനോട് കൂടുതൽ ഇടപെടണ്ട. യവൻ മഹാവൃത്തിയിട്ടവനാ. പരനാറി. സാറൊരു ഈഗോ ഇല്ലാത്ത ആളാണ് കേട്ടോ. ചാക്കോ നമ്മുടെ പുതിയ ക്ലർക്കാണ്. ഹലോ സുമി. ചാക്കോ നമ്മുടെ ഈ സ്വർണ്ണപ്പണയത്തിന്റെ ഒക്കെ ഒരു സ്വർണം മാത്രമല്ല പണം എല്ലാം കൈകാര്യം ചെയ്യുന്ന ഇദ്ദേഹം. നീ പറയുന്നതിന് ഇടയ്ക്ക് പറയണ്ട. ആവശ്യമില്ലാതെ ഷൈനി ചെയ്യരുത് കേട്ടോ. ഷൈനി. ഷൈനി ഇത് സുമി നമ്മുടെ പുതിയ ക്ലർക്കാണ്. യെസ് വരൂ. ഇത് ലോൺ ഓഫീസർ തനു. നമസ്കാരം. ഇത് കാഷ്യർ മൃദു. ഹായ്. ഒന്ന് മാറും. ഇത് രേവതി, അസിസ്റ്റന്റ് മാനേജർ. ഹായ് സാറേ, മുത്തുമണിവാടം കാണാൻ വന്നിട്ടുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം. ഓക്കെ. ഏത് മുത്തുമണി? സാറിങ് വാ. പറയാൻ പോലതുപോലെ. ഫേസ്ബുക്കിലുണ്ടോ? ഇല്ല. ഷേ, ഇന്നത്തെ കാലത്ത് ഫേസ്ബുക്കിലില്ലാതെ ഹൗ ഡു യു സർവൈവ് യാ? ഒരു ഫോട്ടോ എടുത്താലോ?
നോക്കണേ. ചിരിക്ക്. യെസ്. താങ്ക് യു. പേരെന്താന്നാ പറഞ്ഞേ? സുമി. സുമി. ചില്ലിങ് അറ്റ് വർക്ക് വിത്ത് സുമി. കൊള്ളാം. ഒന്ന് നോക്കിയെടുക്കാൻ ചേച്ചി. ഇത് വേഗം പാസ്സാക്കാൻ സാറ് പറഞ്ഞു. Hi, ma'am. Do you work here? അതെ. Where is the washroom? നേരെ പോയിട്ട് ലെഫ്റ്റ് പോകണം. Okay, can you please look after my Monu for 2 minutes? Monu, please be with this auntie for 2 minutes, okay? Mummy ഇപ്പൊ വരാട്ടോ. ആന്റി പറ മമ്മി എങ്ങോട്ടാ പോയേ? ആന്റി അല്ല ചേച്ചി. ആന്റി പറ മമ്മി എങ്ങോട്ടാ പോയേ? പറ ആന്റി പറ. ആന്റി അല്ലെന്ന് പറഞ്ഞില്ലേ? ആന്റിനെ പിച്ചി. എന്താ മോനെ എന്തിനൊക്കെ അറിയുന്നേ? ആന്റിനെ പിച്ചി. ശരിക്കും പറ്റിയോ? ഞാനൊന്നും ചെയ്തില്ല. ഞാനൊന്നും ചെയ്തില്ലെന്നല്ലേ പറഞ്ഞേ? ആന്റിനെ പിച്ചി. ഇവിടെ പിച്ചി. മാഡത്തിന് ആന്റിന്ന് കൊച്ച ആന്റിന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല. ഒരു പിച്ചു വെച്ചു കൊടുത്തു. ഹലോ ഹലോ എന്താ പറ്റി എന്താ പറ്റി എന്താണ് എന്താണ് എന്ത് പറ്റി? ആദ്യം കസ്റ്റമേഴ്സിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞ് പഠിപ്പിക്കണം. പഞ്ചാരം നോട്ടൊന്നും അങ്ങ് AC റൂമിൽ ഇരുന്നിട്ട് കാര്യമില്ല. ചേച്ചി മാറ് മാഡം എന്താ പ്രശ്നം? വാ 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 ചേച്ചിക്ക് വേണ്ടി ഞാൻ സോറി പറയാം. പ്ലീസ് മാഡം വാ മാഡം പ്ലീസ് പ്ലീസ്. ഹാ രാധേച്ചി സുഖമല്ലേ? എനിക്ക് ഓഫീസിൽ കുറച്ച് പണിയുണ്ടായിരുന്നു, അതാ ലേറ്റ് ആയത്. ഞാൻ ചായ എടുക്കാം. ജോലി കിട്ടിയ പിന്നെ ഇവിടെ ആളാകെ മാറിപ്പോയല്ലോ. അപ്പൊ ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ചേച്ചി കല്യാണത്തെ പറ്റി ഒന്നും ആലോചിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. അല്ല ഇനിയിപ്പോ ജോലിയൊക്കെ ആയ സ്ഥിതിക്ക് ഇതങ്ങ് പെട്ടെന്ന് നടത്താം. അല്ല സുമേഷിനോട് ആലോചിച്ചിട്ട് മതി കേട്ടോ. എന്താണ് മോനെ നിന്റെ പരിപാടികൾ? സ്മൂത്ത് ആയിട്ടുണ്ട്. നമ്പർ കിട്ടിയ ഇവിടെ പൊട്ട നമ്പർ ചോദിക്കണ്ടേ? അപ്പൊ അറിയാലോ അവർക്ക് നിന്നെ വിശ്വാസം ഉണ്ടായില്ലേന്ന്. എങ്ങാനും ഉള്ള നമ്പർ തന്നാ മോനെ പരിപാടി സെറ്റാണ് ആണല്ലേ? നമ്പർ ചോദിക്കാം. സുമി ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ നമ്പർ ഒന്ന് തരൂ. കിട്ടൂ അത് പറയാലേ? എന്നെ കിട്ട് തോറ്റി. ഇഷ്ടമുണ്ടല്ലേ? ചെറുതായിട്ട് ഉണ്ടാവും, ഇല്ല തരൂല. എന്നാലുണ്ട് വാവേ നിന്റെ ഒരു ഭാഗ്യം. ആ മോനെ നീ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അമ്മ ഒരു കാര്യം ചെയ്യ്, ആ ഫോണൊന്ന് സ്പീക്കർ ഇട്ടെ, ഞാൻ പറയാം. സുമി അതെ, നിന്നെ ഇനി അങ്ങനെ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. നീ ആ കല്യാണത്തിന് സമ്മതിച്ചേക്ക്. സുമേഷേ, ഇതാ കാര്യമെങ്കിൽ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. അല്ല പിന്നെ നിന്നെ ആര് വന്ന് കെട്ടുംന്നാ? അതെ, കല്യാണത്തിന്റെ മുഴുവൻ ചെലവ് അവര് നോക്കിക്കോളാന്നാ പറഞ്ഞേക്കുന്നത്. പിന്നെ നിനക്കെന്താ പ്രശ്നം? ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ മതി. ഞാൻ നിന്നോട് പറഞ്ഞു എന്റെ കല്യാണം നടത്തി തരാൻ. പറ. അതെ, ഒരു ജോലി കിട്ടിയെന്നും പറഞ്ഞ് നീ വലിയ ആളാവാനൊന്നും നിൽക്കണ്ട. ഇതുവരെ നിന്റെ കാര്യങ്ങൾ നോക്കിയത് ഞാനും അമ്മയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞാൻ ആ കൃഷ്ണകുമാറിനെ വിളിച്ച് പറയാൻ പോവാ. അതെ അമ്മ, ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോ. എവിടെ ഈ കല്യാണം നമ്മൾ നടത്തും. അത്ര തന്നെ. കാണാം. ആ കാണാം. ആ അച്ഛാ, അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് എൻ്റെ നിശ്ചയം നടത്തണം. എനിക്ക് ആ കൊച്ചിനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. പിന്നെ ഇത്ര എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും സൗന്ദര്യമൊക്കെ ഉള്ള എന്നെ അവൾ എന്തിനു വേണ്ടെന്ന് നോക്കണം അച്ഛാ. അച്ഛൻ ആ ബ്രോക്കറിനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് റെഡിയാക്കി. അതൊക്കെ അച്ഛനേറ്റു. നീ സന്തോഷമായിട്ട് പോയിട്ട് വാ, ഞാൻ എല്ലാം നോക്കിക്കൊള്ളാം. അച്ഛാ, അടുത്ത ആഴ്ച നിശ്ചയം നടത്തണം. അതിന്റെ അടുത്ത മാസം കല്യാണം. അച്ഛൻ എനിക്ക് പെട്ടെന്ന് നടത്തി തരണം. ഓഫീസിലുള്ളവരൊക്കെ ചോദിക്കുക, എന്താ നിന്റെ കല്യാണം നടക്കാത്തത്, എന്താ നിന്റെ കല്യാണം നടക്കുന്നു. എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. അതെല്ലാം ശരിയാക്കാം, നീ പോയിട്ട് വാ, സന്തോഷമായിട്ട് പോയിട്ട്. അല്ല അപ്പൊ അതിന്റെ ചെലവൊക്കെ അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ എൻ്റെ FD പൊട്ടിക്കും, അല്ലെങ്കിൽ ലോൺ എടുത്ത് എങ്ങനെയെങ്കിലും നടത്തും. എന്തായാലും അവന്റെ ആഗ്രഹം നടക്കട്ടെ. എന്താടാ ഞാൻ ബിസിനസിന് കാശ് ചോദിച്ചപ്പം അച്ഛൻ്റെ കയ്യിൽ ഇല്ല. ഇവന് കല്യാണം കഴിക്കാൻ മുട്ടിയിരിക്കണം പറഞ്ഞപ്പോ അച്ഛൻ ലോൺ എടുത്ത് കൊടുക്കും അല്ലേ? ഡാഡാ, നീ ഇതിൽ ഇടപെടണ്ട. ഇടപെടും. കുറെ സ്ഥലം ഉണ്ടല്ലോ, അതിലേതേലും വിറ്റ് എനിക്ക് കാശ് ഒന്നുകൂടെ.
എന്നെ പറ്റി ഈ വീട്ടിൽ എന്തെങ്കിലും വ്യാകുലത ഉണ്ടാ? ആദ്യം നീ നിന്റെ സപ്ലൈ ഒക്കെ ഒന്ന് എഴുതിയെടുക്കുക, എന്നിട്ട് ഞാൻ വ്യാകുലതപ്പെടാം. പിന്നെ ലോൺ അത് ഞാൻ എടുത്തു കൊടുക്കുന്നതേ ഉള്ളൂ, തിരിച്ചടയ്ക്കുന്നതേ അവന് അതിനുള്ള കഴിവുണ്ട്, കപ്പാസിറ്റി ഉണ്ട്. ഞാനും ബിസിനസ് ചെയ്തിട്ട് ലോൺ തിരിച്ചടക്കാന്ന് പറഞ്ഞാണല്ലോ. എന്നോട്ട് വിശ്വാസം ഇല്ലേ? ഇല്ല ഒട്ടുമില്ല. നിങ്ങളെ രണ്ടുപേരെ സഹായമില്ലാതെ ഞാൻ രക്ഷപ്പെട്ട് കാണിച്ചു തരാം. തടയാൻ പറ്റുമെങ്കിൽ തട. വാവേ വളർത്തി കളഞ്ഞവനെ. സോറി സുനിലെ, കോൾ എടുക്കാൻ പറ്റിയില്ല. കോൾ എടുക്കാഞ്ഞത് മനഃപൂർവ്വമല്ല, വീട്ടിലാകെ പ്രശ്നമോ കല്യാണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട്. ഞാൻ സുനിലിനെ പിന്നെ വിളിച്ചാൽ മതിയോ? അവള് പോയടാ. ഇതല്ലടാ പറ്റിയ അവസരം. എന്തിന്? ഞാൻ ഒരു ഐഡിയ പറയട്ടെ? ഒന്ന് പറയടാ. നീ അവളാണ് കെട്ടിക്കോ. അത് പോയിന്റ്. എടാ നീ വെറുതെ പറ്റുമ്പോഴത്തെ ചെക്കനെ വരെ വള്ളി പിടിപ്പിക്കില്ലേട്ടാ. ഓടാ എന്റെ മാവേ, നിന്റെ ആവശ്യം തീറ്റാ. ബിസിനസ് ചെയ്യാൻ ആണാ? അവൾക്ക് ഒരു ജോലി ബാങ്കിൽ. അപ്പൊ അവളെ കെട്ടിയ പിന്നെ നിനക്ക് ലോൺ കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടാ? എന്താടാ? ഇല്ല. നീ ഒന്ന് ആലോചിക്കേ, നിന്റെ ചേട്ടന്റെ കല്യാണത്തിന് മുമ്പ് നിന്റെ കല്യാണം നടന്ന അവൻ ഈ നാട്ടിൽ നാറും, പിന്നെ അവൻ ഈ നാട്ടിൽ ഇത് തന്നെയല്ലേ നമ്മളെ സുഖമായിട്ടും ചെയ്തത്. പുള്ളി ഇപ്പൊ ഏതാ ലെവല്? പുള്ളിക്ക് ചെയ്യാമെങ്കിൽ നിനക്ക് കണ്ണു മുട്ടി ചെയ്യാം. നീ യോഗ്യനാണ്, നീ ചെയ്യണം. ഞാൻ ചെയ്യും. നീ ഇപ്പൊ വിളിച്ചോ? നീ ഇപ്പൊ വിളിക്കാളെ. അതിനവള് സമ്മതിച്ചാലല്ലേ? സമ്മതിക്കാണ്ടവിടെ വെറുതെ നെറ്റ് അടിക്കാൻ ഒരുപാട് രക്ഷോടാ സമ്മതിക്കാത്തത്. ഐ ലവ് യു. അത് ശരി, അപ്പൊ പോയിന്റ് പറഞ്ഞ നമ്മളാരേ? വാടാ വാ പോയി ഒളിഞ്ഞു കേൾക്കാം. ഹലോ. സുമി, ഞാൻ വിളിച്ചത് കാര്യം പറയാനാ. പറ സുനിലെ. അത് ഞാൻ എന്താണെങ്കിലും പറ. അത് ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, സുമിക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് രണ്ടും കല്യാണം കഴിച്ചാലോ? ഹലോ, കട്ട് ചെയ്തു. എടാ പിന്നെ എന്റെ ജീവിതം പോയാ? അതിന് ഞാൻ ഒരു ഐഡിയ പറഞ്ഞതല്ലേ ഉള്ളൂ. എന്തിനാണ് ആ പാവത്തിനൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കണേ? അത് ഇനി എല്ലാവരും കൂടെ എന്റെ മതി കയറിക്കോ. എടാ നീ ആ കൊച്ചിനെ വിളിച്ചൊരു സോറി പറ. സുമി, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ബുദ്ധിമുട്ടായെങ്കിൽ ഐ എം റിയലി സോറി. സൗണ്ട് മാറ്റുന്ന എന്തിനാ? ഹലോ രേവു. സുമി, നീ എന്താ തീരുമാനിച്ചേ? എനിക്കറിയില്ല. അറിയില്ലെന്നോ? ഇങ്ങോട്ട് വന്നേ. അപ്പൊ നീ നിന്റെ വീട്ടുകാര് പറഞ്ഞ പോലെ ആ അമ്മാവനെ കല്യാണം കഴിക്കാനുള്ള പ്ലാനാ? ഏയ് അതൊന്നുമല്ല. പിന്നെന്താ നിന്റെ പ്രശ്നം? നിനക്ക് അവനെ ഇഷ്ടല്ലേ? സത്യം പറഞ്ഞ അവനെൻ്റെ ലൈഫിൽ വന്നേ പിന്നെ ഞാനൊന്ന് ഹാപ്പി ആവാൻ തുടങ്ങിയത്. എൻ്റെ ആ പഴയ ചിരിയും എനർജിയും എനിക്കൊരു 10 വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നു. വേറെ എന്ത് വേണം? അതല്ല, ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് കണ്ടിട്ട് പോലും ഇല്ല. അതൊക്കെയല്ലേ അതിന്റെ ഒരു ത്രില്ല്. ഞാനും രവിയേട്ടനും എങ്ങനെയാ പിന്നെ കല്യാണം കഴിച്ചേ? ഫോണിൽ കൂടെ പ്രണയിച്ചിട്ട്. ഞാനൊരു ഫോട്ടോ പോലും കണ്ടിട്ടില്ലേ രവിയേട്ടൻ്റെ. പക്ഷേ രേവു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിന്റെ ഡെസിഷനാണ്. ഇവനെ വേണോ അതോ ആ അമ്മാവനെ വേണോ എന്ന് നിനക്ക് തീരുമാനിക്കാം. എന്തായാലും ആ കൃഷ്ണകുമാറിനെ ഞാൻ കെട്ടില്ല. അപ്പൊ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. നീ അവനെ വിളിക്കേ.